ഒരു നല്ല വീടില്ലാത്ത എനിക്ക് നിങ്ങൾക്ക്, ಒಂದು ಒಳ್ಳೆ ಮನೆ ಇಲ್ದೇ ಇರುವಂತ ನನಗೆ ನಿಮಗೆ, അല്ലെങ്കിൽ നാളത്തെ ചെലവിന് പൈസ ഇല്ലാത്ത എനിക്ക് നിങ്ങൾക്ക്, ನಾಳೆ ಖರ್ಚಿಗೆ ಹಣ ಇಲ್ದೇ ಇರುವಂತ ನನಗೆ ನಿಮಗೆ, ഒരു 10 രൂപയുടെ ഉപ്പിന്റെ വിലയുള്ളൂ. ಒಂದು 10 ರೂಪಾಯಿದು ಉಪ್ಪಿನ ಬೆಲೆ ಅಷ್ಟೇ ನಮ್ಗೆ. പക്ഷെ ഇവര് കറക്കിടുകയാണ്. ಆದ್ರೆ ಇದನ್ನೊಂದು ಸಾರ್ಗೆ ಹಾಕಿದ್ರೆ, ഇവർ ചില വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ, ನೀವು ಕೆಲವು ಮನೆಗಳಿಗೆ ಹೋದ್ರೆ, ചില വ്യക്തിയോട് സുവിശേഷം പറയുകയാണ്, ಕೆಲವು ವ್ಯಕ್ತಿಗಳ ಹತ್ರ ನೀವು ಸುವಾರ್ತೆ ಸಾರಿದ್ರೆ ഏറ്റവും വിലപ്പെട്ടതായിട്ട് ദൈവം മാറ്റി. ಬಹಳ ಬೆಲೆ ಉಳ್ಳವರಾಗಿ ದೇವರನ್ನ ಮಾರ್ಪಡಿಸ್ತಾರೆ. ഹല്ലേലൂയ. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ, ಅನೇಕ ಬಾರಿ ಯೋಚನೆ ಮಾಡಿಲ್ವಾ, അവരെ പോലെ ആസ്തി എനിക്കുണ്ടെങ്കിൽ, ಅವರಂತೆ ನನಗೆ ಆಸ್ತಿ ಇದ್ದಿದ್ರೆ, അവരെ പോലെ ജോലി എനിക്കുണ്ടെങ്കിൽ, ಅವರಂತೆ ನನಗೆ ಒಳ್ಳೆ ಕೆಲಸ ಇದ್ದಿದ್ರೆ, അതുപോലത്തെ ഒരു വീട് ಆ എനിക്കുണ്ടെങ്കിൽ, ರೀತಿಯಾದ ಒಂದು ಮನೆ ആ ನನಗಿದ್ದಿದ್ರೆ, അഴക് എനിക്കുണ്ടെങ്കിൽ, ಆ ಸೌಂದರ್ಯ ನನಗಿದ್ದಿದ್ರೆ, പക്ഷെ ഈ ഉപ്പില്ലാതെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റും. ಆದ್ರೆ ಈ ಉಪ್ಪಿಲ್ಲದೆ ಅವ್ರ ಜೀವಿತದಲ್ಲಿ ಅವ್ರು ಏನು നിന്റെ ಮಾಡಕ್ಕಾಗಲ್ಲ. ശുശ്രൂഷ ഇല്ലാതെ ನಿನ್ನ ಸೇವೆ ಇಲ್ಲದೆ അവിടെ ഒരു സമാധാനം വരും. ಅಲ್ಲೊಂದು ಸಮಾಧಾನ ಬರಲ್ಲ. ഏതെങ്കിലും കൃപ നിങ്ങളുടെ മേലുണ്ടോ? ಯಾವ್ದಾದ್ರು ಕೃಪೆ ನಿಮ್ಮ ಮೇಲಿದೆಯಾ? നിങ്ങൾ ആർക്കൊക്കെ ഉപ്പായി മാറാൻ പോകും? ನೀವು ಯಾರಿಗೋಸ್ಕರವೋ ಉಪ್ಪಾಗಿ ಮಾರ್ಪಡ್ಲಿಕ್ಕೆ ഒരു പ്രവചന ಹೋಗ್ತೀರಿ. ശബ്ദം. ಇದೊಂದು ಪ್ರವಾದನ ಶಬ್ದ.